വരുത്ത തിരുമലയിൽ ബി.ജെ.പി. കൗൺസിലറുടെ മരണം വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചതായിരുന്നു. അപ്പോൾ അതിൽ ഒരു വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് പോലീസ്. അതെ, വലിയശാല ഫാം ടൂർ സൊസൈറ്റിക്ക് പോലീസ് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. അനിൽകുമാറിന്റെ സഹപ്രവർത്തകരുടെയും സുഹൃത്തുക്കളുടെയും മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആത്മഹത്യയുടെ വക്കീലാണെന്ന് അനിൽ പറഞ്ഞതായി സഹപ്രവർത്തകർ മൊഴി നൽകിയിരിക്കുന്നു. ആത്മഹത്യാ പ്രേരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തി പ്രതിപട്ടിക തയ്യാറാക്കും. സിജോ വി ജോൺ അതിന്റെ വിശദാംശങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന്. സിജോ, ഗുഡ് മോർണിംഗ്. സിജോ, കഴിഞ്ഞ 2 ദിവസങ്ങളായി തലസ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ചൂടുള്ള വാർത്ത തിരുമല അനിലിന്റെ മരണം തന്നെയാണ്. അതൊരു ദൗർഭാഗ്യകരമായ മരണമായിരുന്നു. അപ്പോൾ ആ മരണവുമായി ബന്ധപ്പെട്ട അതിന്റെ ഉത്തരവാദികൾ, അങ്ങനെ ഒരു ആത്മഹത്യയിലേക്ക് അനിലിനെ നയിച്ചത് ആരാണ്? ഈ ബി.ജെ.പി. അദ്ദേഹത്തിന് വേണ്ട സപ്പോർട്ട് കൊടുക്കാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ ബി.ജെ.പി. ഇപ്പോൾ ആരോപിക്കുന്നത് പോലെ പോലീസ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തിരുന്നു, അതിലുണ്ടായ മനോവിഷമമാണോ എന്ന കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരണം. അപ്പോൾ ഈ വ്യക്തത വരുത്തുന്നതിന് വേണ്ടി പോലീസിന്റെ നിലവിലുള്ള അന്വേഷണം, നീക്കങ്ങൾ അതെങ്ങനെയാണ് സിജോ? ഈ മരണത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത് പൂജപ്പുര പോലീസാണ്. പോലീസ് പ്രാഥമികഘട്ടം എന്ന നിലയിൽ മൊഴി രേഖപ്പെടുത്തി തുടങ്ങി. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായിട്ടുണ്ടായിരുന്ന ആളുകൾ, കൗൺസിലർമാർ, അതോടൊപ്പം തന്നെ ആ സ്ഥാപനത്തിലെ സൊസൈറ്റിയിലെ ജീവനക്കാർ എന്നിവരിൽ നിന്നാണ് ഇപ്പോൾ പ്രാഥമികമായും മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം ആത്മഹത്യയുടെ വക്കിലായിരുന്നുവെന്ന് ഒരാഴ്ചകൾക്ക് മുമ്പ് തന്നെ സഹപ്രവർത്തകരായിട്ടുള്ള കൗൺസിലർമാരോടും അവിടുത്തെ ജീവനക്കാരോടും വെളിപ്പെടുത്തിയിരുന്നതായാണ് ഇപ്പോൾ അവർ തന്നെ മൊഴി നൽകിയിരിക്കുന്നത്. താൻ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുകയാണ് എന്നുള്ളൊരു കാര്യം പറയുകയും ചെയ്തിരുന്നു. അതിനുശേഷമാവാം ഈ പറയുന്നത് പോലെ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനെയൊക്കെ കണ്ട് കാര്യത്തിന്റെ ഗൗരവമൊക്കെ അദ്ദേഹം ധരിപ്പിച്ചത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. പക്ഷേ അങ്ങനെ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്തു നിന്നൊന്നും ഒരു അനുകൂലമായ ഒരു തീരുമാനം അല്ലെങ്കിൽ നിലപാട് അദ്ദേഹത്തിന് ലഭിച്ചില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആളുകളിൽ നിന്ന് പറഞ്ഞതിൽ നിന്നൊക്കെ വ്യക്തമാകുകയും ചെയ്തിരിക്കുന്നത്. സാമ്പത്തിക ഇടപാടിനെ കുറിച്ചൊന്നും തന്നോട് സംസാരിച്ചില്ല, കൗൺസിൽ യോഗം സംബന്ധിച്ച കാര്യങ്ങളാണ് സംസാരിച്ചതെന്നാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത്. പക്ഷേ സ്വാഭാവികമായും അദ്ദേഹം ഇക്കാര്യം എല്ലാവരോടും വെളിപ്പെടുത്തി എന്നുള്ളത് സംബന്ധിച്ച് അത് വ്യക്തത തരുന്ന മൊഴികൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഇനി അറിയാനുള്ളത് ഇത് പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് തന്നെയാണ്. കാരണം അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ബി.ജെ.പി. ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ സൊസൈറ്റിയിലെ സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട പരാതികൾ വന്നപ്പോൾ എത്രയും വേഗം തുക നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് അനിലിനെ ഭീഷണിപ്പെടുത്തിയെന്നാണ് പറയുന്നത്. പക്ഷെ പൂജപ്പുര പോലീസ് പറയുന്ന ഒരു കാര്യം, തമ്പാനൂർ പോലീസ് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത്തരത്തിലൊരു ഭീഷണി തങ്ങൾ മുഴക്കിയിട്ടില്ല. ഈ അടുത്ത ദിവസങ്ങളിൽ ഒരിക്കൽ പോലും അനിലിനെ തങ്ങൾ നേരിട്ട് സംസാരിച്ചിട്ടില്ല. ഇത്തരത്തിലുള്ള ഒരു പരാതി വരുന്നത് എന്ന് പറയുന്നത് ഈ സൊസൈറ്റിയിലെ അംഗങ്ങൾ തന്നെ നൽകുന്നതാണ്. ഈ പണം നഷ്ടപ്പെട്ട ഒരാളുടെ ബന്ധു വന്ന് ഈ സൊസൈറ്റിയിൽ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെയാണ് അവരുടെ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അനിലിനെയും ഈ പണം പോയ അല്ലെ നിക്ഷേപിച്ച ആളെയും വിളിക്കുന്നത്. അതിനുശേഷം അനിൽ ഇയാൾക്കുള്ള പണം നൽകാമെന്ന് ഉറപ്പ് നൽകി മടങ്ങുകയും ചെയ്യുകയാണ് ചെയ്തിട്ടുള്ള ഒരു വിശദീകരണമാണ് പോലീസ് നൽകുകയും ചെയ്യുന്നത്. എന്തായാലും അതിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ഈ സൊസൈറ്റിക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണമായി കണ്ടെത്തുന്നത്. അതുകൊണ്ട് ഇതിന്റെ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ച പൂർണ്ണമായ രേഖകൾ ഹാജരാക്കാൻ വേണ്ടിയാണ് സൊസൈറ്റിയിലെ ഭാരവാഹികളോട് പോലീസ് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്.